നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. EFL കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞതിനെ തുടർന്ന് കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീളുകയും 4-2 ചെൽസി വിജയിച്ചേറുകയും ചെയ്തു. പക്ഷേ ആ കളിയിൽ അവരുടെ അർജന്റീൻ സൂപ്പർ താരം എൻസോ ഫെർണാണ്ടസിന് പരിക്കേറ്റ് ആദ്യ പകുതിയിൽ തന്നെ പിൻവാങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എൻസോ ഫെർണാണ്ടസിന് പ്യുബാൽജിയാണ് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇക്കാര്യം അർജന്റീൻ മാധ്യമം ESPN അർജന്റീന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ക്രോണിക്കൽ ഗ്രോയിൻ ഇഞ്ചുറിയാണ് എന്നതാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ വിശദ വിവരങ്ങൾ ഇപ്പോൾ ഗാസ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ഗാസ് നെഡൂൽ അദ്ദേഹം പറയുന്നത് എൻസോ ഫെർണാണ്ടസിന് പ്യുബാൽജി എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിൻ്റെ ഏർലി സ്റ്റേജ് ആണുള്ളത്. അതൊരു ക്രോണിക് ഗ്രോയിൻ ഇഞ്ചുറിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പോർട്സ് ഹെർണിയ എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അത് സ്ഥിരമായിട്ട് ഗ്രോയിൻ ഭാഗത്ത് വേദനയുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് ഇങ്ങനെ നീണ്ട കാലം നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതോ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പം ഇതിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ കളിക്കുന്ന സമയത്ത് വേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക, അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ചെയ്യാനുള്ളത് എന്ന് ഇപ്പോൾ ഗാസ് നെഡൂൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് പ്യുബാൽജിയുടെ ഏർലി സ്റ്റേജ് ആണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അത് അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ചെൽസി ആരാധകർക്കും അങ്ങനെ തന്നെയാണ്. കാരണം സുപ്രധാനമായ റോള് വഹിക്കുന്ന കളിക്കാരനാണ് ഈ രണ്ട് ടീമുകളിലും എൻസോ ഫെർണാണ്ടസ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ കളികളിലും ഉണ്ടാവുക എന്നുള്ളത് പരമപ്രധാനവുമാണ് അവരുടെ മുന്നോട്ടുള്ള പോക്കിന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.